മിണ്ടാതിരിക്കാൻ പഠിച്ചാൽ ജീവിതം മാറും എന്ന ബുദ്ധന്റെ തത്വത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ലേഖനമാണിത്. മിണ്ടാതിരിക്കാൻ പഠിച്ചാൽ ജീവിതം മാറും, ബുദ്ധന്റെ മൗനദർശനം. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരുപക്ഷെ നിശബ്ദതയെ ആയിരിക്കും. നിരന്തരമായ സംഭാഷണങ്ങളും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും ചുറ്റുമുള്ള ബഹളങ്ങളും നമ്മെ എപ്പോഴും തിരക്കിലാഴ്ത്തുന്നു. എന്നാൽ മിണ്ടാതിരിക്കാൻ പഠിച്ചാൽ ജീവിതം മാറും എന്ന് ഗൗതമബുദ്ധൻ പറയുമ്പോൾ അത് കേവലം ചുണ്ടുകൾ അടച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് മനസ്സിനെ ശാന്തമാക്കുന്ന, ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു മഹാസത്യത്തെക്കുറിച്ചാണ്. മൗനം ഒരർത്ഥത്തിൽ ഒരു ഭാഷയാണ്. വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്ര ആഴത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഭാഷ. എന്താണ് യഥാർത്ഥ മൗനം? ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ മൗനം, സൈലൻസ് എന്നത് സംസാരിക്കാതിരിക്കുക എന്ന ബാഹ്യമായ പ്രവൃത്തി മാത്രമല്ല. അതിനെ ആര്യമൗനം, നോബിൾ സൈലൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പുറമേ നാം നിശബ്ദരായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പലപ്പോഴും ചിന്തകളുടെയും ഉത്കണ്ഠകളുടെയും നടുവിൽ വലിയൊരു യുദ്ധത്തിലായിരിക്കും. യഥാർത്ഥ മൗനം ആരംഭിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലാണ്. അനാവശ്യമായ ചിന്തകൾ, വിധികൽപ്പിക്കലുകൾ, പരാതികൾ എന്നിവയിൽ നിന്ന് മനസ്സ് വിമുക്തമാകുമ്പോഴാണ് യഥാർത്ഥ മൗനം സംഭവിക്കുന്നത്. ഒരു കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ അടിത്തട്ട് കാണാൻ കഴിയില്ല. എന്നാൽ ആ വെള്ളം അനങ്ങാതെ നിശ്ചലമായിരിക്കുമ്പോൾ അടിത്തട്ടിലെ മണൽത്തരികൾ പോലും വ്യക്തമായി കാണാം. ഇതുപോലെയാണ് മനസ്സും. നിരന്തരമായ സംസാരവും ചിന്തകളും മനസ്സിനെ കലക്കിമറിക്കുന്നു. എന്നാൽ മൗനത്തിലൂടെ മനസ്സ് തെളിയുമ്പോൾ സത്യമെന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. വാക്കുകൾ ആയുധമാകുമ്പോൾ നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും ഒരർത്ഥത്തിൽ ഒരു കർമ്മമാണ്. ബുദ്ധൻ പഠിപ്പിച്ച ആര്യ അഷ്ടാംഗമാർഗത്തിൽ നോബിൾ എയ്റ്റ്ഫോൾഡ് പാത്ത്, ശരിയായ സംസാരം, സമ്മവാക്ക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളുടെയും സംഘർഷങ്ങളുടെയും മൂലകാരണം അശ്രദ്ധമായ വാക്കുകളാണ്. നുണ പറയുക, മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുക, ഏഷണി, കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കുക, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുക, ഇവയൊക്കെ നമ്മെ അശാന്തിയിലേക്ക് നയിക്കുന്നു. മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കേൾക്കുന്ന ആളിനേക്കാൾ മുമ്പ് അത് മലിനമാക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിനെയാണ്. മൗനം ശീലിക്കുന്നതിലൂടെ ഇത്തരം നെഗറ്റീവ് കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. പറയുന്ന വാക്കുകൾ മൗനത്തേക്കാൾ മനോഹരമാണെങ്കിൽ മാത്രം സംസാരിക്കുക എന്ന ചൊല്ല് ഇവിടെയാണ് പ്രസക്തമാകുന്നത്. മൗനം, ഊർജ്ജത്തിന്റെ ഉറവിടം. നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ അളവിലുള്ള പ്രാണോർജ്ജമാണ് ചെലവാക്കുന്നത്. തുടർച്ചയായി സംസാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ മൗനം പാലിക്കുമ്പോൾ ഈ ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്ന ഈ ഊർജ്ജം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്താനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ആത്മീയമായ ഉന്നതിക്കും ഉപയോഗിക്കാൻ സാധിക്കും. ബുദ്ധൻ പലപ്പോഴും സങ്കീർണമായ ദാർശനിക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മൗനം പാലിച്ചിരുന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് ഉത്തരമറിയില്ല എന്നല്ല, മറിച്ച് ചില സത്യങ്ങൾ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ലെന്നും അത് അനുഭവിച്ചറിയേണ്ടതാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ മൗനം തന്നെയായിരുന്നു ഏറ്റവും വലിയ ഉത്തരം. ആധുനിക ജീവിതത്തിൽ മൗനത്തിന്റെ പ്രസക്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ മൗനത്തിന് മുമ്പത്തേക്കാളും പ്രസക്തിയുണ്ട്. നാം ജീവിക്കുന്നത് അറ്റൻഷൻ എക്കോണമിയുടെ കാലത്താണ്. ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ 1000 കാര്യങ്ങൾ മത്സരിക്കുന്നു. ഈ ബഹളങ്ങൾക്കിടയിൽ സ്വന്തം ശബ്ദം കേൾക്കാൻ നാം മറന്നുപോകുന്നു. 1. ബന്ധങ്ങളെ ദൃഢമാക്കുന്നു. വിരോധാഭാസമെന്ന് തോന്നാമെങ്കിലും മിണ്ടാതിരിക്കാൻ പഠിക്കുന്നത് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും. പലപ്പോഴും നാം മറ്റുള്ളവരെ കേൾക്കുന്നത് അവർക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ മൗനമായി ഇരുന്ന് വിധിക്കാതെ പൂർണ്ണമായി ഒരാളെ കേൾക്കാൻ ഡീപ് ലിസണിംഗ് സാധിച്ചാൽ അതവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനമാണ്. ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം മൗനം പാലിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടിവരുന്ന പല വാക്കുകളും ഒഴിവാക്കാം. 2. വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ അല്പസമയം മൗനമായിരിക്കാൻ ശ്രമിക്കുക. ആ വികാരത്തെ വെറുതെ നിരീക്ഷിക്കുക. അപ്പോൾ മനസ്സിലാകും ആ വികാരം ശാശ്വതമല്ല, അത് വന്നുപോകുന്ന ഒന്നാണെന്ന്. മൗനം നമുക്കും നമ്മുടെ പ്രതികരണങ്ങൾക്കും ഇടയിൽ ഒരു ഇടവേള, സ്പേസ് സൃഷ്ടിക്കുന്നു. ഈ ഇടവേളയാണ് നമ്മെ വികാരങ്ങളുടെ അടിമയാകുന്നതിൽ നിന്ന് രക്ഷിക്കുന്നത്. 3. ഏകാഗ്രതയും വ്യക്തതയും. ജോലിസ്ഥലത്തായാലും പഠനത്തിലായാലും അനാവശ്യ സംസാരം ഒഴിവാക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. മൗനം ചിന്തകളെ കൂർപ്പിക്കുന്നു. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പലപ്പോഴും നിശബ്ദമായ ഒരിരിപ്പ് മതിയാകും. മൗനം ശീലമാക്കുന്നതെങ്ങനെ? മൗനം എന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടാവുന്ന ഒന്നല്ല, അതൊരു പരിശീലനമാണ്. ദിവസവും അല്പസമയം, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും ഫോണും ടിവിയും ഒഴിവാക്കി ആരോടും സംസാരിക്കാതെ വെറുതെയിരിക്കുക. പ്രകൃതിയെ നോക്കിയിരിക്കുകയോ സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിക്കുകയോ ചെയ്യാം. ശ്രദ്ധാപൂർവമായ സംസാരിക്കുന്നതിനു മുമ്പ് 3 കാര്യങ്ങൾ ചിന്തിക്കുക. ഇത് സത്യമാണോ? ഇത് ആവശ്യമാണോ? ഇത് കേൾക്കുന്നയാൾക്ക് ഗുണകരമാണോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ 90% അനാവശ്യ സംസാരവും ഒഴിവാക്കാം.
വിപസന, സ്വന്തം ശരീരത്തിലെയും മനസ്സിലെയും മാറ്റങ്ങളെ നിശബ്ദമായി നിരീക്ഷിക്കുന്ന വിപസന ധ്യാനം മൗനത്തിന്റെ ആഴങ്ങൾ അറിയാൻ സഹായിക്കും. ഉപസംഹാരം: മിണ്ടാതിരിക്കാൻ പഠിക്കുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ മടങ്ങുകയാണ്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് വിട്ട് ഉള്ളിലെ ശാന്തതയിലേക്ക് ഒരു യാത്ര. അവിടെയാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും കുടികൊള്ളുന്നത്. ബുദ്ധൻ പറഞ്ഞതുപോലെ സമാധാനം പുറത്ത് അന്വേഷിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. മൗനം ആ സമാധാനത്തിലേക്കുള്ള വാതിലാണ്. ആ വാതിൽ തുറക്കാൻ പഠിച്ചാൽ തീർച്ചയായും ജീവിതം മാറും. വാക്കുകൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്.